അസ്സലാമു അലൈക്കും. എൻ്റെ മുതഅല്ലിമീങ്ങളും മറ്റ് മുഅ്മിനീങ്ങളും അറിയാൻ വേണ്ടി ഇന്ന് റമദാൻ്റെ ആദ്യ 15-ൻ്റെ രാത്രിയാണല്ലോ. അള്ളാഹു നമ്മളെ എല്ലാവിധ നിഅമത്ത് ബർക്കത്ത് കൊണ്ടും മഗ്ഫിറത്ത് കൊണ്ടും മർഹമത്ത് കൊണ്ടും അനുഗ്രഹിച്ച് സ്വാലിഹ്യങ്ങളിൽ പെടുത്തി പെരുമാറാകട്ടെ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലജ്ജ എന്ന് പറയുന്നൊരു സാധനം എടുക്കപ്പെട്ടു പോയി. ലജ്ജ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണുന്നതിനുള്ള പേടിയോ മടിയോ, ആർക്കും എന്തും കാണിച്ചു കൊടുക്കാം, ആർക്കും എന്തും കാണാം എന്നൊരു രീതി എത്തിപ്പോയി. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ പരിശോധിച്ച് നോക്കി, ഔറത്ത് മറക്കാത്ത സ്ത്രീകൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. കാരണം അവർക്ക് ലജ്ജല്ല, ഒരു മറക്കണോ എന്ന് ആള് കാണണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാണ്. നമുക്കാണെങ്കിലോ അങ്ങനത്തെ കാണൽ നമുക്ക് താല്പര്യപ്പെടുക, അതാ ലജ്ജല്ലായ്മ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്, ലജ്ജ വേണം. ഹദീസ് കാണാം, അൽ ഹയാ ഉശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാന്റെ ഒരു ശാഖയാണ് എന്നും ലജ്ജ ഈമാന്റെ പകുതിയാണ് എന്നൊക്കെ ഹദീസിൽ പല സ്ഥലത്തും പറഞ്ഞ് കാണാൻ കഴിയും. ലജ്ജ എന്ന് പറയുന്നത് മടി, ഹറാമിലേക്കുള്ള മടി നമുക്കുണ്ടാവണം. ജനങ്ങളെ അള്ളാനെ പേടിക്കും പോലെ ജനങ്ങളെയും പേടിക്കണം. അള്ളാനെ മാത്രം പേടിച്ച് ജനങ്ങളെ പേടിക്കാണ്ട് അത് ശരിയല്ല. ജനങ്ങൾ പേടിക്കും അള്ളാനെ പേടിക്കലതിൽ വരുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെ നന്നായി ഗൗനിക്കണം, നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഹദീസിൽ കാണാം, عن أبي أيوب الأنصاري رضي الله تعالى عنه أن النبي صلى الله عليه وسلم قال, മുത്തുനബി പറയാ, നാല് കാര്യം മിൻ സുനനിൽ മുർസലീന, എല്ലാ നബിമാരുടെയും മുർസലീങ്ങളുടെയും ചര്യപ്പെട്ട, ഒരാൾക്കും രണ്ടാൾക്കൊന്നും മാത്രമുള്ളതല്ല, എല്ലാവരെയും. ഏതാ നാലെണ്ണം? അത്തറ് തേക്കൽ, സുഗന്ധവാസനുള്ളത് ഉപയോഗിക്കൽ, അത് എല്ലാ മുർസലീങ്ങളുടെയും ചര്യപ്പെട്ട. വൻ നിക്കാഹു, കല്യാണം കഴിക്കൽ, എല്ലാ മുർസലീങ്ങളിലുണ്ട്. വസ്തിവാക്കു, പല്ല് തേക്കൽ. വൽ ഹയാ ലജ്ജ, ഈ നാലെണ്ണം എല്ലാ മുർസലീങ്ങളിലും എല്ലാ നബിമാരിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു വന്ന. അപ്പോൾ നമുക്ക് എപ്പോഴും എന്തുണ്ടാവണം? മറ്റുള്ളവരെ കാണുന്നതിന് മടിയും ഒരു അറുപ്പും ഒക്കെ നമുക്ക് ഉണ്ടാവണം. ഈ അറുപ്പില്ലായ്മയാണ് നമുക്ക് വന്നത് എല്ലാവിധ ആപത്തും. ഏതൊരു മുസ്ലിമിനും കള്ളു കുടിച്ച് നടക്കാൻ അവനക്ക് ധൈര്യ, ലജ്ജല്ല, മറ്റുള്ളവർ കാണുന്നതിന് യാതൊരു മൈൻഡുമില്ല. ആ നിലക്ക് നമുക്ക് ഈമാനില്ലാത്തതുകൊണ്ടാണ് ആ നിലക്കുള്ള ജീവിതമായിപ്പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി പറയാ, ഇസ്തഹ്യൂ മിനല്ലാഹി തആല ഹഖൽ ഹയാഇ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നിങ്ങൾ ലജ്ജ വേണം. ഹഖൽ ഹയാഇ, വേണ്ട പ്രകാരത്തിലുള്ള ലജ്ജ നിങ്ങൾക്ക് വേണം. എന്താ? ഫഖാലു, സഹാബത്ത് ചോദിക്കുന്നു, ഇന്നാ നസ്തഹീ മിനല്ലാഹി തആല വൽഹംദുലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനെ ലജ്ജിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ചില കാര്യം അല്ലാഹ് കാണുന്നു, വെറുപ്പുണ്ട് കാണുന്നതിൽ, അതല്ലേ? ഖാല, നബി പറയാണ്, ലൈസ ദാലിക, അതല്ല, വലാകിൻ, പക്ഷേ, മനിസ്തഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാഇ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരെങ്കിലും ലജ്ജിക്കേണ്ട മാതിരി ലജ്ജിച്ച് കഴിഞ്ഞാൽ എന്താണ് അവന്റെ ലക്ഷണം? ഫൽയഹ്ഫളിർ റഅസ വമാ ഹവാ, അവന്റെ തലയെയും തലന്റെ ഉള്ളിലുള്ള തലച്ചോറുണ്ടല്ലോ, തലച്ചോറിൽ ഉള്ള വിഷയങ്ങളും അവൻ സൂക്ഷിക്കണം. അപ്പോൾ അവൻ ചിന്തിക്കുന്നത് കേടായി പോകരുത്. അള്ളാഹിനെ പറ്റിയോ അള്ളാഹു ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ മോശമുള്ളത് നമ്മൾ ചിന്തിക്കാതിരിക്കുക. അപ്പം അത് ഏതാണ് എന്ന് നമ്മൾ മനസ്സിലെപ്പോഴുണ്ടാണ് ചിന്തകൾ നല്ലതായിരിക്കണം. വൽ ബത്ന വമാ ഹവാ വമാ വആ, പിന്നെ അള്ളാഹിനെ ലജ്ജിക്കുന്ന മനുഷ്യനാണെങ്കിലും തല സൂക്ഷിക്കും, രണ്ട് വാറ് സൂക്ഷിക്കും. വമാ വആ, വാറിൻ്റെ അകത്തുള്ള കുടല്, അതിൽ അവൻ ചെല്ലിക്കുന്ന അവൻ കൊടുത്തേക്കുന്ന ഭക്ഷണങ്ങൾ ഹറാമോ ഹലാലോ ശ്രദ്ധിക്കും. അതാണ് അള്ളാഹുവിനെ ലജ്ജിക്കുന്ന മനുഷ്യന്റെ ലക്ഷണം. അതേമാതിരി വൽ യദ്കുരിൽ മൗത, അവൻ മരണത്തെ ചിന്തിക്കും. വൽ ബിലാ, നശിച്ചു പോകും, നുരുമ്പിപ്പോകും മനുഷ്യൻ. 3 മുതൽക്ക് ഖബറിൽ വെച്ച് 3-ാം ദിവസം മുതൽക്ക് മനുഷ്യൻ നുരുമ്പിപ്പോകല്ലോ, അത് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. വമൻ അറാദൽ ആഖിറത തറക സീനത്തൽ ഹയാത്തിദ് ദുനിയാ, ആരെങ്കിലും ആഖിറമാണോ ഉദ്ദേശമെങ്കിൽ ഭൗതിക സുഖങ്ങൾ മുഴുവനും ഒഴിവാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് റസൂൽ പറയുന്ന ഫമൻ ഫഅല ദാലിക, ഇതാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തല കാക്കുന്നു, വാറ് കാക്കുന്നു, മരണം ചിന്തിക്കുന്നു, ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് ആഡംബര ജീവിതം ഒഴിവാക്കിയാൽ ഫഖദ് ഇസ്തഹയ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിനെ അവൻ
ലജ്ജിക്കേണ്ട കടമ ഏതോ അതേമാതിരി ലജ്ജിച്ചവനായി. അപ്പൊ വയറിലേക്ക് ചെല്ലിക്കുന്ന ഭക്ഷണവും തലച്ചോറിൽ ചിന്തിക്കുന്ന വിഷയങ്ങളും മരണമൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഉറുമ്പി പോകും 3 മുതൽക്ക് തന്നെ കണ്ണ് പോകുന്ന മുതൽക്ക് തന്നെ നമ്മൾ ചെന്ന് ഉറുമ്പി പുഴുക്കളായില്ലേ, അങ്ങനത്തെ ഒരു ജീവിതം നമുക്കുണ്ടെന്ന് ചിന്തിക്കണം. ആഖിറം ചിന്തിച്ചുകൊണ്ട് ആഖിറത്തിലെ സ്ഥിതിഗതികളൊക്കെ നമ്മൾ മനസ്സിൽ വെത്തിക്കൊണ്ട് ദുനിയാവിന്റെ സുഖങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമുക്ക് നിലക്കുള്ള ലജ്ജ, അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ചീത്ത ചെയ്യാനൊരു മടി നമുക്ക് ഉണ്ടാവൽ നിർബന്ധമാണ്. ധൈര്യപ്പെട്ട് ചെയ്തുകൂടാൻ നമ്മൾ മനസ്സിലാക്കാം. മറ്റൊരു ഹദീസിൽ കാണാം, നബി പറഞ്ഞ ഹസൻ ബസരി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അൽ ഹയാഉ മിനൽ ഈമാൻ വൽ ഈമാനു ഫിൽ ജന്ന. ഈമാനിൽപ്പെട്ട ലജ്ജ, ഈമാനുള്ളവൻ സ്വർഗത്തില് ഉണ്ടാവും. അപ്പൊ ആ നിലക്കുള്ളതായ ജീവിതം നമുക്ക് എപ്പോഴും വേണം. വാൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഖാൽ ലഅൻ അമൂത സുമ്മ ഉഹിയ. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, وقد رافع الإسلام سلمان فارسي لقد واضع الشرك الخبيث أبا لهب. മുസ്ലിക്കായി പോയാല് അബൂ ലഹബ് അള്ളാഹു താത്തി സൽമാൻ ഫാരിസി അള്ളാഹു തആല ഉയർത്തി. അങ്ങനത്തെ സൽമാൻ ഫാരിസി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഅൻ അമൂത സുമ്മ ഉഹിയ, ഞാൻ മരിച്ചു പോവുക എന്നിട്ട് എന്നെ ജീവിപ്പിക്കാം. സുമ്മ അമൂത സുമ്മ ഉഹിയ, എന്ന് ഞാൻ മരിക്കുക പിന്നെ ജീവിപ്പിക്കുക. അങ്ങനെ 3 വട്ടം അങ്ങനെ ചെയ്യൽ അഹബ്ബു ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും പ്രിയമാണ് മിൻ അൻ അൻദുറ ഇലാ ഔറത്തി അഹദിൻ ഔ യൻദുറ അഹദുൻ ഇലാ ഔറത്തി, എൻ്റെ മർമ്മസ്ഥലത്തേക്ക്, എൻ്റെ ഗുഹ്യസ്ഥലത്തേക്ക്, എൻ്റെ ഔറത്തിലേക്ക് മറ്റുള്ളവർ നോക്കലോ മറ്റുള്ളവർ ഔറത്തിലേക്ക് ഞാൻ നോക്കലോ എനിക്ക് ഏറ്റവും ഇഷ്ടമേതെന്നറിയോ? അതിനേക്കാൾ ഏറ്റവും ഇഷ്ടം 3 തവണ ഞാൻ മരിച്ച് ജീവിക്കലാണ്. അത്രക്കും മോശമാണ്, എൻ്റെ ലജ്ജാണ്. മറ്റുള്ളവർ കാണിച്ചു കൊടുക്കലും മറ്റുള്ളവർ നമ്മൾ രണ്ടും അതിന് ലജ്ജ എന്ന് പറയും, അതിനൊരു മടി എന്ന് പറയും. അത് മടിണ്ടായേ പറ്റൂ. ഇന്ന് അതൊന്നും യാതൊരു വിലയില്ല. ഏത് വലിക്കാനും ഏതെങ്ങനെ നടക്കാനും ബാപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പിലൂടെ മക്കൾക്ക് നടക്കാനോ അവരെ പരിഹസിക്കാനോ അവരെ പേര് വിളിക്കാനോ അവരെ ചീത്ത പറയാനോ അവരെ ബഹുമാനിക്കാതിരിക്കാനോ ആർക്കും യാതൊരു മടിയില്ലാത്ത കാലമായിപ്പോയി. അതാണ് ഏറ്റവും വലിയ ആഫത്ത്, നാശം നമുക്ക് വന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല നിലക്കുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.